ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലോഗോസ് ക്വിസ് 2024 ഫുൾ പോർഷനെ ആസ്പദമാക്കിയുള്ള മോക്ക് ടെസ്റ്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ 100 ക്വസ്റ്റ്യൻസേ കൊടുത്തിട്ടുള്ളൂ, 4 ഓപ്ഷൻസും. ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ? യേശു എപ്പോഴാണ് ഈ ചോദ്യം ചോദിച്ചത്? ഓപ്ഷൻ എ, കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയതിന് ശേഷം. ഓപ്ഷൻ ബി, മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ്. ഓപ്ഷൻ സി, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയതിന് ശേഷം. ഓപ്ഷൻ ഡി, കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ്. ഉത്തരം ഓപ്ഷൻ ബി, മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ്. രണ്ടാമത്തെ ചോദ്യം, ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആര്? ഓപ്ഷൻ എ, ആബേൽ. ഓപ്ഷൻ ബി, ബാലാം. ഓപ്ഷൻ സി, സക്കറിയ. ഓപ്ഷൻ ഡി, ബാലാക്ക്. ഉത്തരം ഓപ്ഷൻ സി, സക്കറിയ. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം പറഞ്ഞത് ഏത്? ഓപ്ഷൻ എ, സദാ ജാഗരൂകരായ ഭൃത്യന്മാർ. ഓപ്ഷൻ ബി, കാണാതായ നാണയത്തിൻ്റെ ഉപമ. ഓപ്ഷൻ സി, അപ്പം വർദ്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ ഡി, വിരുന്നിൻ്റെ ഉപമ. ഉത്തരം ഓപ്ഷൻ ബി, കാണാതായ നാണയത്തിൻ്റെ ഉപമ. നാലാമത്തെ ചോദ്യം, നല്ല സമറിയക്കാരൻ്റെ ഉപമ എത്രാമത്തെ അധ്യായത്തിലാണ് വിവരിക്കുന്നത്? ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 16, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ഡി 10. അഞ്ചാമത്തെ ചോദ്യം, അനേകം എന്തിനേക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ? ഓപ്ഷൻ എ പക്ഷികളേക്കാൾ. ഓപ്ഷൻ ബി കുരുവികളേക്കാൾ. ഓപ്ഷൻ സി പറവകളേക്കാൾ. ഓപ്ഷൻ ഡി കാക്കകളേക്കാൾ. ഉത്തരം ഓപ്ഷൻ ബി കുരുവികളേക്കാൾ. ആറാമത്തെ ചോദ്യം, ആർക്കെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല? ഓപ്ഷൻ എ മനുഷ്യപുത്രന്. ഓപ്ഷൻ ബി ദൈവത്തിന്. ഓപ്ഷൻ സി യേശുവിന്. ഓപ്ഷൻ ഡി പരിശുദ്ധാത്മാവിന്. ഉത്തരം ഓപ്ഷൻ ഡി പരിശുദ്ധാത്മാവിന്. ഏഴാമത്തെ ചോദ്യം, ദൈവരാജ്യത്തെ എന്തിനോടൊക്കെയാണ് 13-ാമത്തെ അധ്യായത്തിൽ ഉപമിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ കടുകുമണിയോടും പുളിപ്പിനോടും. ഓപ്ഷൻ ബി കടുകുമണിയോടും വിത്തിനോടും. ഓപ്ഷൻ സി കടുകുമണിയോടും വിതക്കാരനോടും. ഓപ്ഷൻ ഡി കടുകുമണിയോടും കളകളോടും. ഉത്തരം ഓപ്ഷൻ എ കടുകുമണിയോടും പുളിപ്പിനോടും. എട്ടാമത്തെ ചോദ്യം, ആര് ആരോട് പറഞ്ഞു? യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. ഓപ്ഷൻ എ, കാര്യസ്ഥൻ യജമാനൻ്റെ കടക്കാരോട് പറഞ്ഞു. ഓപ്ഷൻ ബി, കാര്യസ്ഥൻ തൻ്റെ കടക്കാരോട് പറഞ്ഞു. ഓപ്ഷൻ സി, കാര്യസ്ഥൻ ആത്മകഥം ചെയ്തു. ഓപ്ഷൻ ഡി, കാര്യസ്ഥൻ യജമാനനോട് പറഞ്ഞു. ഉത്തരം ഓപ്ഷൻ സി, കാര്യസ്ഥൻ ആത്മകഥം ചെയ്തു. ഒമ്പതാമത്തെ ചോദ്യം, സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ ലൂക്ക 9:26. ഓപ്ഷൻ ബി ലൂക്ക 14:27. ഓപ്ഷൻ സി ലൂക്ക 14:33. ഓപ്ഷൻ ഡി ലൂക്ക 9:23. ഉത്തരം ഓപ്ഷൻ ബി ലൂക്ക 14:27. പത്താമത്തെ ചോദ്യം, എവിടുത്തെ ഗോപുരം ഇടിഞ്ഞു വീണാണ് 18 പേർ കൊല്ലപ്പെട്ടത്? ഓപ്ഷൻ എ ജെറുസലേമിലെ. ഓപ്ഷൻ ബി ഗലീലിയിലെ. ഓപ്ഷൻ സി സീലോഹായിലെ. ഓപ്ഷൻ ഡി ബാബിലോണിലെ. ഉത്തരം ഓപ്ഷൻ സി സീലോഹായിലെ. 11ാമത്തെ ചോദ്യം, 8-ാം അധ്യായത്തിൽ കോറിന്തോസുകാരെ ശ്ലീഹ അഭിസംബോധന ചെയ്തത് എന്ത്? ഓപ്ഷൻ എ പ്രിയപ്പെട്ടവരെ. ഓപ്ഷൻ ബി സഹോദരരെ. ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ജനമേ. ഓപ്ഷൻ ഡി സുഹൃത്തുക്കളെ. ഉത്തരം ഓപ്ഷൻ ബി സഹോദരരെ. 12ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ ഡാഷ് നശിപ്പിക്കാനല്ല. ഓപ്ഷൻ എ വിശ്വാസത്തിലേക്ക് നയിക്കാനാണ്. ഓപ്ഷൻ ബി നേർവഴി നടത്താനാണ്. ഓപ്ഷൻ സി വളർത്തിയെടുക്കാനാണ്. ഓപ്ഷൻ ഡി പുനരുദ്ധാരണത്തിനാണ്. ഉത്തരം ഓപ്ഷൻ സി വളർത്തിയെടുക്കാനാണ്. 13ാമത്തെ ചോദ്യം, തുടരെയുള്ള യാത്രകളിൽ ആരിൽ നിന്നൊക്കെ എനിക്ക് അപകടമുണ്ടായി എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കൊള്ളക്കാരിൽ നിന്ന്. ഓപ്ഷൻ ബി വിജാതീയരിൽ നിന്ന്. ഓപ്ഷൻ സി സ്വന്തക്കാരിൽ നിന്ന്. ഓപ്ഷൻ ഡി ബന്ധുക്കളിൽ നിന്ന്.
ഉത്തരം ഓപ്ഷൻ ഡി ബന്ധുക്കളിൽ നിന്ന്. 14ാമത്തെ ചോദ്യം, സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസാവഹിക്കുന്നതിനുള്ള മാർഗം. ഓപ്ഷൻ സി ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു. ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് സി. ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് സി. അതായത് സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ വിശുദ്ധരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ദൈവത്തിനർപ്പിക്കുന്ന നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ കരകവിഞ്ഞൊഴുകുക കൂടി ചെയ്യുന്നു. 15ാമത്തെ ചോദ്യം, ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെ ഞാൻ ഒരു പോഷനാവുകയില്ല എന്ന് ശ്ലീഹ പറയാനുള്ള കാരണമെന്ത്? ഓപ്ഷൻ എ എന്തെന്നാൽ ബലഹീനതകളായിരിക്കും സംസാരിക്കുക. ഓപ്ഷൻ ബി എന്തെന്നാൽ സത്യമായിരിക്കും സംസാരിക്കുക. എന്തെന്നാൽ കർത്താവിൽ മാത്രമായിരിക്കും അഭിമാനം കൊള്ളുക. ഓപ്ഷൻ ഡി എന്തെന്നാൽ ഞങ്ങളുടെ അധികാരത്തെപ്പറ്റിയായിരിക്കും പ്രശംസിക്കുക. ഉത്തരം ഓപ്ഷൻ ബി എന്തെന്നാൽ സത്യമായിരിക്കും സംസാരിക്കുക. 16ാമത്തെ ചോദ്യം, എന്തോർത്ത് ഞങ്ങൾ അത്യധികം സന്തോഷിക്കുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്ത്. ഓപ്ഷൻ ബി കൊറിന്തോസുകാർക്ക് ശ്ലീഹായോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച് തീത്തോസ് പറഞ്ഞതോർത്ത്. ഓപ്ഷൻ സി ശ്ലീഹായ്ക്ക് കൊറിന്തോസുകാരിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ. ഉത്തരം ഓപ്ഷൻ എ തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസമേകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്ത്. 17ാമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ തീഷ്ണത ആർക്കാണ് ഉത്തേജനം നൽകിയത്? ഓപ്ഷൻ എ മക്കതോനിയക്കാർക്ക്. ഓപ്ഷൻ ബി ഇതര സഭകൾക്ക്. ഓപ്ഷൻ സി നിരവധി ആളുകൾക്ക്. ഓപ്ഷൻ ഡി വിശുദ്ധർക്ക്. ഉത്തരം ഓപ്ഷൻ സി നിരവധി ആളുകൾക്ക്. 18ാമത്തെ ചോദ്യം, 8ാം അധ്യായം അനുസരിച്ച് തീത്തോസിൻ്റെ കൂടെ എത്ര പേരെ കൂടി കൊറിന്തോസിലേക്ക് അയച്ചു? ഓപ്ഷൻ എ 2. ഓപ്ഷൻ ബി 1. ഓപ്ഷൻ സി 3. ഓപ്ഷൻ ഡി ആരെയും അയച്ചില്ല. ഉത്തരം ഓപ്ഷൻ എ 2. 19ാമത്തെ ചോദ്യം, ആർക്കൊക്കെ ഞാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നവർക്ക്. ഓപ്ഷൻ ബി അസന്മാർഗികൾക്കും വ്യഭിചാരികൾക്കും. ഓപ്ഷൻ സി നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. ഓപ്ഷൻ ഡി വ്യഭിചാരികൾക്കും കലഹപ്രിയർക്കും. ഉത്തരം ഓപ്ഷൻ സി നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും. 20ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല ഡാഷ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ഓപ്ഷൻ എ ദൈവം. ഓപ്ഷൻ ബി കർത്താവ്. ഓപ്ഷൻ സി യേശു. ഓപ്ഷൻ ഡി ശ്ലീഹ. ഉത്തരം ഓപ്ഷൻ ബി കർത്താവ്. 21ാമത്തെ ചോദ്യം, സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്? ഓപ്ഷൻ എ നിമിത്തങ്ങളെ. ഓപ്ഷൻ ബി ഭാവനകളെ. ഓപ്ഷൻ സി നിഴലിനെ. ഓപ്ഷൻ ഡി കാറ്റിനെ. ഉത്തരം ഓപ്ഷൻ ഡി കാറ്റിനെ. 22ാമത്തെ ചോദ്യം, എന്ത് അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമാണ്? ഓപ്ഷൻ എ നിയമങ്ങൾ. ഓപ്ഷൻ ബി കൽപ്പനകൾ. ഓപ്ഷൻ സി ദൈവത്തിൻ്റെ വാക്കുകൾ. ഓപ്ഷൻ ഡി മോശയുടെ നിയമങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി കൽപ്പനകൾ. 23ാമത്തെ ചോദ്യം, എന്ത് മരണതുല്യമായ ദുഃഖമല്ലേ എന്നാണ് പ്രഭാഷകൻ ചോദിച്ചത്? ഓപ്ഷൻ എ സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. ഓപ്ഷൻ ബി സ്നേഹിതൻ ചതിക്കുന്നത്. ഓപ്ഷൻ സി സ്നേഹിതൻ രഹസ്യങ്ങൾ വെളിവാക്കുന്നത്. ഓപ്ഷൻ ഡി സ്നേഹിതൻ ശത്രുപക്ഷത്ത് ചേരുന്നത്. ഉത്തരം ഓപ്ഷൻ എ സ്നേഹിതൻ ശത്രുവായി മാറുന്നത്. 24ാമത്തെ ചോദ്യം, ആര് വൈദ്യനെ സമ്മാനിക്കുന്നു? ഓപ്ഷൻ എ മഹാന്മാർ. ഓപ്ഷൻ ബി അത്യുന്നതൻ. ഓപ്ഷൻ സി രാജാവ്. ഓപ്ഷൻ ഡി കർത്താവ്. ഉത്തരം ഓപ്ഷൻ സി രാജാവ്. 25ാമത്തെ ചോദ്യം, അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. അവർ ആര്? ഓപ്ഷൻ എ എല്ലാ ജനതകളും. ഓപ്ഷൻ ബി അന്യജനതകൾ. ഓപ്ഷൻ സി ദുഷ്ടർ. ഓപ്ഷൻ ഡി ശിഷ്ടർ. ഉത്തരം ഓപ്ഷൻ ബി അന്യജനതകൾ. 26ാമത്തെ ചോദ്യം, എന്ത് ശക്തി കെടുത്തുന്നു? ഓപ്ഷൻ എ ദുഃഖം. ഓപ്ഷൻ ബി വിലാപം. ഓപ്ഷൻ സി കരച്ചിൽ. ഓപ്ഷൻ ഡി ഹൃദയവേദന.
ഉത്തരം ഓപ്ഷൻ ഡി ഹൃദയവേദന. 27ാമത്തെ ചോദ്യം. എന്തുകൊണ്ട് ബലി അർപ്പിക്കുന്നവൻ പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്? ഓപ്ഷൻ എ അന്യായ സമ്പത്ത് കൊണ്ട്, ഓപ്ഷൻ ബി ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത്, ഓപ്ഷൻ സി അയൽക്കാരൻ്റെ ഉപജീവനമാർഗം തട്ടിയെടുത്ത്, ഓപ്ഷൻ ഡി മോഷ്ടിച്ച സമ്പത്ത് കൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത്. 28ാമത്തെ ചോദ്യം. എന്താണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം? ഓപ്ഷൻ എ ലക്ഷ്യം, ഓപ്ഷൻ ബി ചിന്ത, ഓപ്ഷൻ സി ആലോചന, ഓപ്ഷൻ ഡി സ്വപ്നം. ഉത്തരം ഓപ്ഷൻ ബി ചിന്ത. 29ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് എന്തു നൽകി? ഓപ്ഷൻ എ സിദ്ധികൾ, ഓപ്ഷൻ ബി വൈഭവം, ഓപ്ഷൻ സി കഴിവ്, ഓപ്ഷൻ ഡി നൈപുണ്യം. ഉത്തരം ഓപ്ഷൻ എ സിദ്ധികൾ. 30ാമത്തെ ചോദ്യം. 36:18 വാക്യമനുസരിച്ച് ജെറുസലേമിനെ പറ്റി പറയാത്തത് എന്ത്? ഓപ്ഷൻ എ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരം, ഓപ്ഷൻ ബി കർത്താവിൻ്റെ വിശ്രമ സങ്കേതം, ഓപ്ഷൻ സി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലം, ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലം. 31ാമത്തെ ചോദ്യം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 23. ഉത്തരം ഓപ്ഷൻ ബി 21. 32ാമത്തെ ചോദ്യം. അബിമലേക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ എ 3. 33ാമത്തെ ചോദ്യം. തോലയ്ക്ക് ശേഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് ആര്? ഓപ്ഷൻ എ യോഥാം, ഓപ്ഷൻ ബി ജെഫ്ത, ഓപ്ഷൻ സി ജായിർ, ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി ജായിർ. 34ാമത്തെ ചോദ്യം. ആരുടെ ക്ഷേത്രത്തിൽ നിന്നാണ് 70 വെള്ളിനാണയം എടുത്ത് ഷെക്കെം നിവാസികൾ അബിമലേക്കിന് കൊടുത്തത്? ഓപ്ഷൻ എ ബാലാക്കിൻ്റെ, ഓപ്ഷൻ ബി അശേര പ്രതിഷ്ഠകളുടെ, ഓപ്ഷൻ സി ബാലിൻ്റെ, ഓപ്ഷൻ ഡി ബാൽബറീത്തിൻ്റെ. ഉത്തരം ഓപ്ഷൻ ഡി ബാൽബറീത്തിൻ്റെ. 35ാമത്തെ ചോദ്യം. ഗിദയോൻ ഏഫോദ് നിർമ്മിച്ച് എവിടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ എ ഗിരിസിം മലയിൽ, ഓപ്ഷൻ ബി മിദിയാനിൽ, ഓപ്ഷൻ സി ഓഫ്രായിൽ, ഓപ്ഷൻ ഡി പെനുവേലിൽ. ഉത്തരം ഓപ്ഷൻ സി ഓഫ്രായിൽ. 36ാമത്തെ ചോദ്യം. ജെറുബാലും ഗിദയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് എവിടെ പാളയമടിച്ചു? ഓപ്ഷൻ എ ഹാരോദ് നീരുറവയ്ക്ക് സമീപം, ഓപ്ഷൻ ബി ജസ്രയേൽ താഴ്വരയിൽ, ഓപ്ഷൻ സി ആഹോർ താഴ്വരയിൽ, ഓപ്ഷൻ ഡി എഫ്രായിം മലനാട്ടിൽ. ഉത്തരം ഓപ്ഷൻ എ ഹാരോദ് നീരുറവയ്ക്ക് സമീപം. 37ാമത്തെ ചോദ്യം. എങ്ങനെ വെള്ളം കുടിച്ച 300 പേരെക്കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും എന്നാണ് കർത്താവ് ഗിദയോനോട് പറഞ്ഞത്? ഓപ്ഷൻ എ വെള്ളം കയ്യിൽ കോരി കുടിച്ച, ഓപ്ഷൻ ബി വെള്ളം കോരി കുടിച്ച, ഓപ്ഷൻ സി വെള്ളം മുട്ടുകുത്തി കുടിച്ച, ഓപ്ഷൻ ഡി വെള്ളം നക്കി കുടിച്ച. ഉത്തരം ഓപ്ഷൻ ഡി വെള്ളം നക്കി കുടിച്ച. 38ാമത്തെ ചോദ്യം. മിദിയാൻകാർ, അമലേക്യർ, പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ എന്തുപോലെ അസംഖ്യമായിരുന്നു? ഓപ്ഷൻ എ കടലിലെ വെള്ളം പോലെ, ഓപ്ഷൻ ബി വയലിലെ മഞ്ഞ് പോലെ, ഓപ്ഷൻ സി വെട്ടുകിളികൾ പോലെ, ഓപ്ഷൻ ഡി കടൽപ്പുറത്തെ മണൽ പോലെ. ഉത്തരം ഓപ്ഷൻ സി വെട്ടുകിളികൾ പോലെ. 39ാമത്തെ ചോദ്യം. ബാലിൻ്റെ യാഗപീഠം തകർത്തത് ആര്? ഓപ്ഷൻ എ ഗിദയോൻ, ഓപ്ഷൻ ബി യോവാഷ്, ഓപ്ഷൻ സി തോല, ഓപ്ഷൻ ഡി ജായിർ. ഉത്തരം ഓപ്ഷൻ എ ഗിദയോൻ. 40ാമത്തെ ചോദ്യം. ദൂതൻ എന്തുകൊണ്ട് തൊട്ടപ്പോഴാണ് ഗിദയോൻ സമർപ്പിച്ച ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും പാറയിൽ നിന്ന് തീ ഉയർന്ന് ദഹിപ്പിച്ചത്? ഓപ്ഷൻ എ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട്, ഓപ്ഷൻ ബി തൻ്റെ കയ്യിലിരുന്ന വടി കൊണ്ട്, ഓപ്ഷൻ സി തൻ്റെ കൈകൾ കൊണ്ട്, ഓപ്ഷൻ ഡി തൻ്റെ വാൾ കൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട്. 41ാമത്തെ ചോദ്യം. ആരെ ഞാൻ അവരുടെ അടുത്തേക്ക് അയക്കും? അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്നാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പറയുന്നത്.
ഓപ്ഷൻ എ പ്രവാചകന്മാരെ, ഓപ്ഷൻ ബി അപ്പസ്തോലന്മാരെ, ഓപ്ഷൻ സി ന്യായാധിപന്മാരെ, ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് ബി. ഉത്തരം ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ആൻഡ് ബി, അതായത് പ്രവാചകന്മാരെയും അപ്പസ്തോലന്മാരെയും. 42ാമത്തെ ചോദ്യം. വഴിപിഴച്ച തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം യേശു ആരെയാണ് സുഖപ്പെടുത്തിയത്? ഓപ്ഷൻ എ ഊമനായ പിശാച് ബാധിതനെ, ഓപ്ഷൻ ബി പിശാച് ബാധിച്ച ബാലനെ, ഓപ്ഷൻ സി കൂനുള്ള സ്ത്രീയെ, ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി പിശാച് ബാധിച്ച ബാലനെ. 43ാമത്തെ ചോദ്യം. ദൈവത്തെയും ധനത്തെയും ഒന്നിച്ചു സേവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആരാണ് യേശുവിനെ പുച്ഛിച്ചത്? ഓപ്ഷൻ എ പണക്കൊതിയരായ ജനങ്ങൾ, ഓപ്ഷൻ ബി പണക്കൊതിയരായ സദുക്കായർ, ഓപ്ഷൻ സി പണക്കൊതിയരായ നിയമജ്ഞർ, ഓപ്ഷൻ ഡി പണക്കൊതിയരായ ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ ഡി പണക്കൊതിയരായ ഫരിസേയർ. 45ാമത്തെ ചോദ്യം. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അവർ ആര്? ഓപ്ഷൻ എ ധനവാന്റെ സ്നേഹിതന്മാർ, ഓപ്ഷൻ ബി ധനവാന്റെ പിതൃഭവനത്തിലുള്ളവർ, ഓപ്ഷൻ സി ധനവാന്റെ സഹോദരന്മാർ, ഓപ്ഷൻ ഡി ധനവാന്റെ മക്കൾ. ഉത്തരം ഓപ്ഷൻ സി ധനവാന്റെ സഹോദരന്മാർ. 46ാമത്തെ ചോദ്യം. ഇളയ മകൻ തിരിച്ചു വന്നതിനാൽ ഇപ്പോൾ നമുക്ക് എന്തു വേണമെന്നാണ് മൂത്ത മകനോട് പിതാവ് പറഞ്ഞത്? ഓപ്ഷൻ എ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം, ഓപ്ഷൻ ബി നമുക്ക് ഭക്ഷിച്ചാഹ്ലാദിക്കണം, ഓപ്ഷൻ സി നമുക്ക് ഭക്ഷിച്ചാനന്ദിക്കണം, ഓപ്ഷൻ ഡി നമുക്ക് തിന്നുകുടിച്ചാനന്ദിക്കണം. ഉത്തരം ഓപ്ഷൻ എ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. 47ാമത്തെ ചോദ്യം. ആര് എനിക്ക് എതിരാണ്? ഓപ്ഷൻ എ എന്നോട് കൂടെ അല്ലാത്തവൻ, ഓപ്ഷൻ ബി എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ, ഓപ്ഷൻ സി എന്നോട് എതിരായവൻ, ഓപ്ഷൻ ഡി എൻ്റെ വചനം കേൾക്കാത്തവൻ. ഉത്തരം ഓപ്ഷൻ എ എന്നോട് കൂടെ അല്ലാത്തവൻ. 48ാമത്തെ ചോദ്യം. നിയമവും പ്രവാചകന്മാരും ആര് വരെയായിരുന്നു? ഓപ്ഷൻ എ യോന വരെ, ഓപ്ഷൻ ബി സക്കറിയ വരെ, ഓപ്ഷൻ സി യോഹന്നാൻ വരെ, ഓപ്ഷൻ ഡി യേശു വരെ. ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ വരെ. 49ാമത്തെ ചോദ്യം. ആര് ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്? ഓപ്ഷൻ എ പടയാളി, ഓപ്ഷൻ ബി ദാസൻ, ഓപ്ഷൻ സി ഭൃത്യൻ, ഓപ്ഷൻ ഡി ശക്തൻ. ഉത്തരം ഓപ്ഷൻ ഡി ശക്തൻ. 50ാമത്തെ ചോദ്യം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ രണ്ടാമത്തെ അപേക്ഷ എന്ത്? ഓപ്ഷൻ എ അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഓപ്ഷൻ ബി അങ്ങയുടെ രാജ്യം വരണമേ, ഓപ്ഷൻ സി ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഓപ്ഷൻ ഡി അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഉത്തരം ഓപ്ഷൻ ബി അങ്ങയുടെ രാജ്യം വരണമേ. 51ാമത്തെ ചോദ്യം. കോരിന്തോസുകാർക്ക് സ്ലീഹായോടുള്ള എന്തിനെപ്പറ്റി തീത്തോസ് പറഞ്ഞപ്പോഴാണ് സ്ലീഹ അത്യധികം സന്തോഷിച്ചത്? ഓപ്ഷൻ എ സ്നേഹത്തെയും ഭയത്തെയും അനുസരണത്തെയും കുറിച്ച്, ഓപ്ഷൻ ബി താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച്, ഓപ്ഷൻ സി സ്നേഹത്തെയും താല്പര്യത്തെയും അനുസരണയെയും കുറിച്ച്, ഓപ്ഷൻ ഡി ബഹുമാനത്തെയും അനുസരണയെയും സ്നേഹത്തെയും കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയെയും കുറിച്ച്. 52ാമത്തെ ചോദ്യം. കർത്താവിൻ്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും എന്തുമാത്രമേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ നന്മയായത്, ഓപ്ഷൻ ബി ഗുണമായത്, ഓപ്ഷൻ സി ആദരണീയമായത്, ഓപ്ഷൻ ഡി ബഹുമാനമായത്. ഉത്തരം ഓപ്ഷൻ സി ആദരണീയമായത്. 53ാമത്തെ ചോദ്യം. 11:6 വാക്യമനുസരിച്ച് സ്ലീഹായ്ക്ക് എന്തു കുറവായിരിക്കാം എന്നാണ് സ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ പ്രസംഗ ചാതുര്യം, ഓപ്ഷൻ ബി നേതൃത്വ പാടവം, ഓപ്ഷൻ സി അറിവ്, ഓപ്ഷൻ ഡി സഹനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ പ്രസംഗ ചാതുര്യം. 54ാമത്തെ ചോദ്യം. അരേത്തേസ് രാജാവിൻ്റെ ദേശാധിപതി സ്ലീഹായെ പിടികൂടുന്നതിനു വേണ്ടി ഏതു നഗരത്തിനാണ് കാവലേർപ്പെടുത്തിയത്? ഓപ്ഷൻ എ ത്രോവാസ്, ഓപ്ഷൻ ബി മക്കതോനിയ, ഓപ്ഷൻ സി ദമാസ്കസ്, ഓപ്ഷൻ ഡി ജെറുസലേം. ഉത്തരം ഓപ്ഷൻ സി ദമാസ്കസ്. 55ാമത്തെ ചോദ്യം. 14 വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യൻ
ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ ഉയർത്തപ്പെട്ടത് എന്ന് ആർക്കേ അറിയൂ എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ പിതാവിന്, ഓപ്ഷൻ ബി കർത്താവിന്, ഓപ്ഷൻ സി ദൂതന്മാർക്ക്, ഓപ്ഷൻ ഡി ദൈവത്തിന്. ഉത്തരം ഓപ്ഷൻ ഡി ദൈവത്തിന്. 56-ാമത്തെ ചോദ്യം. എന്തിനുള്ള തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു, ഓപ്ഷൻ ബി ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിക്കുന്നു, ഓപ്ഷൻ സി ക്രിസ്തു എന്നിലൂടെ നിങ്ങളെ നയിക്കുന്നു, ഓപ്ഷൻ ഡി ക്രിസ്തു എന്നിലൂടെ നിങ്ങളിൽ ഇടപെടുന്നു. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു. 57-ാമത്തെ ചോദ്യം. അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കുമെന്ന് ശ്ലീഹ പറഞ്ഞത് ആരെപ്പറ്റിയാണ്? ഓപ്ഷൻ എ അക്കായയിലുള്ളവരെ പറ്റി, ഓപ്ഷൻ ബി മക്കതോനിയാക്കാരെ പറ്റി, ഓപ്ഷൻ സി ജെറുസലേംകാരെ പറ്റി, ഓപ്ഷൻ ഡി ത്രോവാസിലുള്ളവരെ പറ്റി. ഉത്തരം ഓപ്ഷൻ ബി മക്കതോനിയാക്കാരെ പറ്റി. 58-ാമത്തെ ചോദ്യം. എന്നതിലൊഴികെ മറ്റെന്തിലാണ് നിങ്ങൾക്ക് മറ്റ് സഭകളെക്കാൾ കുറവ് വന്നിട്ടുള്ളത് എന്നാണ് ശ്ലീഹ കൊറിന്തോസുകാരോട് ചോദിച്ചത്? ഓപ്ഷൻ എ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നിട്ടില്ല, ഓപ്ഷൻ ബി ഞാൻ നിങ്ങളിൽ നിന്ന് സഹായമൊന്നും സ്വീകരിച്ചിട്ടില്ല, ഓപ്ഷൻ സി എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചു, ഓപ്ഷൻ ഡി ഞാൻ നിങ്ങളിൽ നിന്ന് വിശുദ്ധർക്കുള്ള സഹായം സ്വീകരിച്ചു. ഉത്തരം ഓപ്ഷൻ എ ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നിട്ടില്ല. 59-ാമത്തെ ചോദ്യം. കർത്താവ് എന്തിനാണ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ കൊറിന്തോസുകാരെ ശാസിക്കാൻ, ഓപ്ഷൻ ബി കൊറിന്തോസുകാരെ പടുത്തുയർത്താൻ, ഓപ്ഷൻ സി കൊറിന്തോസുകാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, ഓപ്ഷൻ ഡി കൊറിന്തോസുകാരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാൻ. ഉത്തരം ഓപ്ഷൻ ബി കൊറിന്തോസുകാരെ പടുത്തുയർത്താൻ. 60-ാമത്തെ ചോദ്യം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് എഴുതിയത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ അപരാധം ചെയ്തവനെ പ്രതി, ഓപ്ഷൻ ബി അപരാധത്തിന് ഇരയായവനെ പ്രതി, ഓപ്ഷൻ സി ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന്, ഓപ്ഷൻ ഡി ഓപ്ഷൻ എ ബി ആൻഡ് സി. ഉത്തരം ഓപ്ഷൻ സി ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിന്. 61-ാമത്തെ ചോദ്യം. ഗർഭിണിയുടെ ഭാവന പോലെ എന്തൊക്കെ മിഥ്യയാണ് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ശകുനം, ഓപ്ഷൻ ബി ദർശനം, ഓപ്ഷൻ സി സ്വപ്നം, ഓപ്ഷൻ ഡി നിമിത്തം. ഉത്തരം ഓപ്ഷൻ ബി ദർശനം. 62-ാമത്തെ ചോദ്യം. ആരുടെ പ്രാർത്ഥന അവിടുന്ന് അവഗണിക്കുകയില്ല? ഓപ്ഷൻ എ ദരിദ്രൻ്റെ, ഓപ്ഷൻ ബി തിന്മയ്ക്ക് വിധേയനായവൻ്റെ, ഓപ്ഷൻ സി വിധവയുടെ, ഓപ്ഷൻ ഡി അനാഥൻ്റെ. ഉത്തരം ഓപ്ഷൻ ഡി അനാഥൻ്റെ. 63-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക, ഡാഷ് ചെയ്യരുത്. ഓപ്ഷൻ എ പാപമായത്, ഓപ്ഷൻ ബി തെറ്റായത്, ഓപ്ഷൻ സി ഹാനികരമായത്, ഓപ്ഷൻ ഡി ഹീനമായത്. ഉത്തരം ഓപ്ഷൻ സി ഹാനികരമായത്. 64-ാമത്തെ ചോദ്യം. 36:11 വാക്യമനുസരിച്ച് ആര് നാശമടയുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ, ഓപ്ഷൻ ബി അന്യജനതകൾ, ഓപ്ഷൻ സി അവിടുത്തെ ജനത്തിൻ്റെ ശത്രുക്കൾ, ഓപ്ഷൻ ഡി വിജാതിയർ. ഉത്തരം ഓപ്ഷൻ എ അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ. 65-ാമത്തെ ചോദ്യം. ആര് ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു? ഓപ്ഷൻ എ വിവേകി, ഓപ്ഷൻ ബി ജ്ഞാനി, ഓപ്ഷൻ സി ദൈവഭക്തൻ, ഓപ്ഷൻ ഡി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. ഉത്തരം ഓപ്ഷൻ ഡി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ. 66-ാമത്തെ ചോദ്യം. എന്തിൻ്റെ മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന 7 പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് നിന്റെ ഹൃദയമാണ്? ഓപ്ഷൻ എ മട്ടുപ്പാവിൻ്റെ മുകളിൽ, ഓപ്ഷൻ ബി ഗോപുരത്തിൻ്റെ മുകളിൽ, ഓപ്ഷൻ സി മതിലിൻ്റെ മുകളിൽ, ഓപ്ഷൻ ഡി പട്ടണവാതിലിൻ്റെ മുകളിൽ. ഉത്തരം ഓപ്ഷൻ ബി ഗോപുരത്തിൻ്റെ മുകളിൽ. 67-ാമത്തെ ചോദ്യം. എന്ത് അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ വാഗ്ദാനം, ഓപ്ഷൻ ബി പ്രവചനം, ഓപ്ഷൻ സി കൽപ്പന, ഓപ്ഷൻ ഡി ജീവാന്തം. ഉത്തരം ഓപ്ഷൻ എ വാഗ്ദാനം. 68-ാമത്തെ ചോദ്യം. എന്ത് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്? ഓപ്ഷൻ എ പ്രലോഭനങ്ങൾ, ഓപ്ഷൻ ബി ദർശനങ്ങൾ,
ഓപ്ഷൻ സി സ്വപ്നങ്ങൾ. ഓപ്ഷൻ ഡി ലക്ഷ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി സ്വപ്നങ്ങൾ. 69ാമത്തെ ചോദ്യം. എന്തൊക്കെയാണ് ഒരുവൻ്റെ പേര് നിലനിർത്തുന്നത്? ഓപ്ഷൻ എ താൻ നിർമ്മിച്ച നഗരവും ഗോപുരവും. ഓപ്ഷൻ ബി സന്താനങ്ങളും തൻ്റെ നല്ല പ്രവൃത്തികളും. ഓപ്ഷൻ സി സന്താനങ്ങളും തൻ്റെ നിഷ്കളങ്കയായ ഭാര്യയും. ഓപ്ഷൻ ഡി സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. ഉത്തരം ഓപ്ഷൻ ഡി സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവും. 70ാമത്തെ ചോദ്യം. ആര് നിശേഷം പരാജയപ്പെടും? ഓപ്ഷൻ എ പാപികൾ. ഓപ്ഷൻ ബി അനീതി പ്രവർത്തിക്കുന്നവൻ. ഓപ്ഷൻ സി ദൈവഭയമില്ലാത്തവൻ. ഓപ്ഷൻ ഡി അന്യജനതകൾ. ഉത്തരം ഓപ്ഷൻ എ പാപികൾ. 71ാമത്തെ ചോദ്യം. 1-4 വാക്യമനുസരിച്ച് യൂദ യുദ്ധം ചെയ്തപ്പോൾ ദൈവം ആരെയൊക്കെയാണ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഓപ്ഷൻ എ കാനാന്യരെയും പെരിസ്യരെയും. ഓപ്ഷൻ ബി കാനാന്യരെയും അമലേക്യരെയും. ഓപ്ഷൻ സി കാനാന്യരെയും ജബുസ്യരെയും. ഓപ്ഷൻ ഡി കാനാന്യരെയും ഹിത്യരെയും. ഉത്തരം ഓപ്ഷൻ എ കാനാന്യരെയും പെരിസ്യരെയും. 72ാമത്തെ ചോദ്യം. ഏത് ഗോത്രക്കാരാണ് ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി അതിലെ നിവാസികളെ വാളിന് ഇരയാക്കുകയും നഗരത്തിന് തീ വയ്ക്കുകയും ചെയ്തത്? ഓപ്ഷൻ എ മനാസെ ഗോത്രക്കാർ. ഓപ്ഷൻ ബി ജോസഫിൻ്റെ ഗോത്രക്കാർ. ഓപ്ഷൻ സി യൂദാ ഗോത്രക്കാർ. ഓപ്ഷൻ ഡി ബെഞ്ചമിൻ ഗോത്രക്കാർ. ഉത്തരം ഓപ്ഷൻ സി യൂദാ ഗോത്രക്കാർ. 73ാമത്തെ ചോദ്യം. കാലേബിൻ്റെ സഹോദരൻ ആര്? ഓപ്ഷൻ എ ഒത്തനിയേൽ. ഓപ്ഷൻ ബി കെനാസ്. ഓപ്ഷൻ സി അഹിമാൻ. ഓപ്ഷൻ ഡി തൽമായി. ഉത്തരം ഓപ്ഷൻ ബി കെനാസ്. 74ാമത്തെ ചോദ്യം. ജോഷുവയെ അടക്കിയത് എവിടെ? ഓപ്ഷൻ എ ഗാഷ് പർവ്വതത്തിൽ. ഓപ്ഷൻ ബി സേറ പട്ടണത്ത്. ഓപ്ഷൻ സി തിമ്നാത്ത് സേറായിൽ. ഓപ്ഷൻ ഡി തിമ്നാത്ത് ഹേറസിൽ. ഉത്തരം ഓപ്ഷൻ ഡി തിമ്നാത്ത് ഹേറസിൽ. 75ാമത്തെ ചോദ്യം. കുഷാൻ റിഷത്തായിമിൻ്റെ കൈകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ ഒത്തനിയേൽ. ഓപ്ഷൻ ബി യൂദ. ഓപ്ഷൻ സി യേഹൂദ്. ഓപ്ഷൻ ഡി ബാറക്. ഉത്തരം ഓപ്ഷൻ എ ഒത്തനിയേൽ. 76ാമത്തെ ചോദ്യം. അനാത്തിൻ്റെ പുത്രൻ ആര്? ഓപ്ഷൻ എ അഭിമലേഖ്. ഓപ്ഷൻ ബി ശങ്കാർ. ഓപ്ഷൻ സി യേഹൂദ്. ഓപ്ഷൻ ഡി ബാറാഖ്. ഉത്തരം ഓപ്ഷൻ ബി ശങ്കാർ. 77ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. മാഹീറിൽ നിന്ന് സേനാപതികളും സെബുലൂണിൽ നിന്ന് ഡാഷ് ദണ്ഡ് വഹിച്ചവരും താഴേക്ക് അണിയണിയായി നീങ്ങി. ഓപ്ഷൻ എ രാജാവിൻ്റെ. ഓപ്ഷൻ ബി സേനാപതിയുടെ. ഓപ്ഷൻ സി ദേശാധിപതിയുടെ. ഓപ്ഷൻ ഡി സൈന്യാധിപൻ്റെ. ഉത്തരം ഓപ്ഷൻ ഡി സൈന്യാധിപൻ്റെ. 78ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് ഡാഷ്. ഓപ്ഷൻ എ റൂബൻ. ഓപ്ഷൻ ബി സെബുലൂൺ. ഓപ്ഷൻ സി നഫ്താലി. ഓപ്ഷൻ ഡി ദാൻ. ഉത്തരം ഓപ്ഷൻ ബി സെബുലൂൺ. 79ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇസ്രായേൽക്കാർ വന്ന് വിത്ത് വിതച്ചു കഴിയുമ്പോൾ ആരൊക്കെ വന്ന് അവരെ ആക്രമിച്ചിരുന്നു എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ അമലേക്യർ. ഓപ്ഷൻ ബി പൗരസ്ത്യർ. ഓപ്ഷൻ സി മിദ്യാൻകാർ. ഓപ്ഷൻ ഡി ഹിത്യർ. ഉത്തരം ഓപ്ഷൻ ഡി ഹിത്യർ. 80ാമത്തെ ചോദ്യം. സിസേറയെ വധിച്ചത് ആര്? ഓപ്ഷൻ എ ജായേൽ. ഓപ്ഷൻ ബി ജായിർ. ഓപ്ഷൻ സി ബാറക്. ഓപ്ഷൻ ഡി ജഫ്ത. ഉത്തരം ഓപ്ഷൻ എ ജായേൽ. 81ാമത്തെ ചോദ്യം. യേശു 12 പേരെ അയക്കുന്നത് എത്രാം അധ്യായത്തിലാണ് വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 9ാം അധ്യായത്തിൽ. ഓപ്ഷൻ ബി 10ാം അധ്യായത്തിൽ. ഓപ്ഷൻ സി 11ാം അധ്യായത്തിൽ. ഓപ്ഷൻ ഡി 15ാം അധ്യായത്തിൽ. ഉത്തരം ഓപ്ഷൻ എ 9ാം അധ്യായത്തിൽ. 82ാമത്തെ ചോദ്യം. യേശു ആരെക്കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നാണ് ചിലർ പറഞ്ഞത്? ഓപ്ഷൻ എ ആത്മാവിനെ കൊണ്ട്. ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ കരം കൊണ്ട്. ഓപ്ഷൻ സി ബേൽസബൂലിനെ കൊണ്ട്. ഓപ്ഷൻ ഡി അശുദ്ധാത്മാവിനെ കൊണ്ട്. ഉത്തരം ഓപ്ഷൻ സി ബേൽസബൂലിനെ കൊണ്ട്. 83ാമത്തെ ചോദ്യം. ഡാഷ് ഡാഷ് പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു.
ഓപ്ഷൻ എ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. ഓപ്ഷൻ ബി തെരുവുകളിലും സിനഗോഗുകളിലും. ഓപ്ഷൻ സി പട്ടണങ്ങളിലും തെരുവുകളിലും. ഓപ്ഷൻ ഡി പട്ടണങ്ങളിലും തെരുവീഥികളിലും. ഉത്തരം ഓപ്ഷൻ എ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും. 84-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആരെ സുഖപ്പെടുത്തിയപ്പോഴാണ് സിനഗോഗ് അധികാരി കോപിച്ചത്? ഓപ്ഷൻ എ മഹോദര രോഗിയെ. ഓപ്ഷൻ ബി കൂനുള്ള സ്ത്രീയെ. ഓപ്ഷൻ സി രക്തസ്രാവക്കാരി സ്ത്രീയെ. ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി കൂനുള്ള സ്ത്രീയെ. 85-ാമത്തെ ചോദ്യം. നിങ്ങൾ പോകുമ്പോൾ 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത് എന്ന് ആരോടാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ യേശു ഈ 2 പേരായി അയച്ചവരോട്. ഓപ്ഷൻ ബി യേശു അയച്ച 72 പേരോട്. ഓപ്ഷൻ സി യേശു അയച്ച 12 പേരോട്. ഓപ്ഷൻ ഡി ഇവ മൂന്നുമല്ല. ഉത്തരം ഓപ്ഷൻ സി യേശു അയച്ച 12 പേരോട്. 86-ാമത്തെ ചോദ്യം. എവിടുത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ശ്ലീഹ കൊരിന്തോസുകാരോട് പറഞ്ഞത്? ഓപ്ഷൻ എ അക്കായ. ഓപ്ഷൻ ബി മക്കദോനിയ. ഓപ്ഷൻ സി ത്രോവാസ്. ഓപ്ഷൻ ഡി ജെറുസലേം. ഉത്തരം ഓപ്ഷൻ ബി മക്കദോനിയ. 87-ാമത്തെ ചോദ്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എന്ത് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ശ്ലീഹ ചോദിച്ചത്? ഓപ്ഷൻ എ കൃപ. ഓപ്ഷൻ ബി കാരുണ്യം. ഓപ്ഷൻ സി നീതി. ഓപ്ഷൻ ഡി സ്നേഹം. ഉത്തരം ഓപ്ഷൻ എ കൃപ. 88-ാമത്തെ ചോദ്യം. അകന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ വിനീതൻ. ഓപ്ഷൻ ബി തൻ്റേടി. ഓപ്ഷൻ സി ജഡികൻ. ഓപ്ഷൻ ഡി തന്നിഷ്ടക്കാരൻ. ഉത്തരം ഓപ്ഷൻ ബി തൻ്റേടി. 89-ാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഡാഷ് ഞാനും പറയുന്നു ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. ഓപ്ഷൻ എ ഉത്സാഹത്തോടെ. ഓപ്ഷൻ ബി സന്തോഷത്തോടെ. ഓപ്ഷൻ സി ധൈര്യത്തോടെ. ഓപ്ഷൻ ഡി ഉന്മത്തനെ പോലെ. ഉത്തരം ഓപ്ഷൻ ഡി ഉന്മത്തനെ പോലെ. 90-ാമത്തെ ചോദ്യം. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ എങ്ങനെ വശപ്പെടുത്തുകയായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്നാണ് ശ്ലീഹ പറഞ്ഞത്? ഓപ്ഷൻ എ ഭീഷണിപ്പെടുത്തി സൂത്രത്തിൽ. ഓപ്ഷൻ ബി പ്രലോഭിപ്പിച്ച സൂത്രത്തിൽ. ഓപ്ഷൻ സി കബളിപ്പിച്ച സൂത്രത്തിൽ. ഓപ്ഷൻ ഡി പ്രശംസിച്ച സൂത്രത്തിൽ. ഉത്തരം ഓപ്ഷൻ സി കബളിപ്പിച്ച സൂത്രത്തിൽ. 91-ാമത്തെ ചോദ്യം. ആര് അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും? ഓപ്ഷൻ എ ജനതകൾ. ഓപ്ഷൻ ബി അനേകർ. ഓപ്ഷൻ സി സമൂഹം. ഓപ്ഷൻ ഡി മഹാന്മാർ. ഉത്തരം ഓപ്ഷൻ എ ജനതകൾ. 92-ാമത്തെ ചോദ്യം. എങ്ങനെ പരിഗണിച്ച ഇസ്രായേലിൻ്റെ മേൽ കരുണ ഉണ്ടാകണമേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിച്ചത്? ഓപ്ഷൻ എ ആദ്യജാതനെ പോലെ. ഓപ്ഷൻ ബി അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനതയെപ്പോലെ. ഓപ്ഷൻ സി യാക്കോബിൻ്റെ ഗോത്രങ്ങളിലെ ജനതയെപ്പോലെ. ഓപ്ഷൻ ഡി അങ്ങയുടെ പ്രിയ ജനതയെപ്പോലെ. ഉത്തരം ഓപ്ഷൻ എ ആദിജാതനെ പോലെ. 93-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ദുഷ്ടർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ആപത്ത്. ഓപ്ഷൻ ബി മരണം. ഓപ്ഷൻ സി കലഹം. ഓപ്ഷൻ ഡി കന്മഴ. ഉത്തരം ഓപ്ഷൻ ഡി കന്മഴ. 94-ാമത്തെ ചോദ്യം. ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? ഓപ്ഷൻ എ ദൈവത്തിൽ. ഓപ്ഷൻ ബി അവൻ്റെ രക്ഷകനിൽ. ഓപ്ഷൻ സി അത്യുന്നതനിൽ. ഓപ്ഷൻ ഡി പിതാവിൽ. ഉത്തരം ഓപ്ഷൻ ബി അവൻ്റെ രക്ഷകനിൽ. 95-ാമത്തെ ചോദ്യം. നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ എന്ത് ഏത് തിരിച്ചറിയുന്നു? ഓപ്ഷൻ എ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. ഓപ്ഷൻ ബി കുടിലബുദ്ധി അനുഭവസമ്പന്നം തിരിച്ചറിയുന്നു. ഓപ്ഷൻ സി ലക്ഷ്യം മാർഗം തിരിച്ചറിയുന്നു. ഓപ്ഷൻ ഡി ഉദരം ഏതു ഭക്ഷണവും സ്വീകരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു. 96-ാമത്തെ ചോദ്യം. മൊബാബ് രാജാവായ ആരെയാണ് ഇസ്രായേലിനെതിരെ കർത്താവ് പ്രബലനാക്കിയത്? ഓപ്ഷൻ എ കുഷാൻ റിഷാത്തൈമിനെ. ഓപ്ഷൻ ബി എക്ലോനായെ. ഓപ്ഷൻ സി യാബീനെ. ഓപ്ഷൻ ഡി സിസേറയെ. ഉത്തരം ഓപ്ഷൻ ബി എക്ലോനയെ. 97-ാമത്തെ ചോദ്യം.
അവന് 900 ഇരുമ്പ് രഥങ്ങളുണ്ടായിരുന്നു. ആർക്ക്? ഓപ്ഷൻ എ കുഷാൻ റിഷാത്തൈമിന്, ഓപ്ഷൻ ബി എക്ലോനയ്ക്ക്, ഓപ്ഷൻ സി യാബീന്, ഓപ്ഷൻ ഡി സിസേറയ്ക്ക്. ഉത്തരം ഓപ്ഷൻ സി യാബീന്. 98ാമത്തെ ചോദ്യം. ആരുടെ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയപരിശോധന നടന്നു? ഓപ്ഷൻ എ ബെഞ്ചമിൻ്റെ ഭവനങ്ങളിൽ, ഓപ്ഷൻ ബി റൂബൻ ഭവനങ്ങളിൽ, ഓപ്ഷൻ സി മനാസയുടെ ഭവനങ്ങളിൽ, ഓപ്ഷൻ ഡി ഇസാക്കറിൻ്റെ ഭവനങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ ബി റൂബൻ ഭവനങ്ങളിൽ. 99ാമത്തെ ചോദ്യം. കർത്താവിൻ്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് ആരുടെ ഓക്കുമരത്തിൻ കീഴിലാണ് ഇരുന്നത്? ഓപ്ഷൻ എ യോവാഷ്, ഓപ്ഷൻ ബി ഗദയോൻ, ഓപ്ഷൻ സി ദബോറ, ഓപ്ഷൻ ഡി ജെറുബാൽ. ഉത്തരം ഓപ്ഷൻ എ യോവാഷ്. 100ാമത്തെ ചോദ്യം. ദയവായി എൻ്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. എവിടത്തേക്ക് ജനങ്ങളോടാണ് ഗദയോൻ ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ സുക്കോത്തിലെയും പെനുവേലിലെയും, ഓപ്ഷൻ ബി കാർക്കോറിലെയും ഹേറസിലെയും, ഓപ്ഷൻ സി എഫ്രായിമിലെയും അബിയേസറിലെയും, ഓപ്ഷൻ ഡി താബോറിലെയും മിദ്യാനിലെയും. ഉത്തരം ഓപ്ഷൻ എ സുക്കോത്തിലെയും പെനുവേലിലെയും. അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.